കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടിയല്ല പൊതുവെ പറയുന്നത്. ഇപ്പോൾ പ്ലീഡറെ ലക്ഷണമൊത്ത ഒരു BJP-ക്കാരനെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയത് ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉയർത്തി. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന KSU ഉയർത്തി. ആ KSUവിനെ അപമാനിക്കുന്ന നിലയിലുള്ള ചില പ്രസ്താവനകൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. യഥാർത്ഥത്തിൽ ആ മറുപടി സംഘപരിവാറിന്റെ നേതാക്കന്മാർ കേരളത്തിന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിൽ ആരും ഇവിടെ തെറ്റു പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ഞാൻ ഉന്നയിച്ചപ്പോഴത് പറഞ്ഞിരുന്നു. ആ ബൈറ്റ് നോക്കിയാൽ കാണാം. എന്നാൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരങ്ങുകയാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. BJP കേരളം ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണോ നടപ്പിലാക്കുന്നത് അതെല്ലാം നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ് ഉന്നയിച്ചത്. അതിന് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രഹസ്യമായി BJP നേതാക്കന്മാരെ കണ്ടു മസ്കറ്റ് ഹോട്ടൽ വെച്ചെന്നാണ് പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അസംബന്ധം പറയുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. എന്തായാലും RSSന്റെ തലവന് മുമ്പിൽ കുമ്പിട്ട് നിന്ന് നിലവിളക്ക് കത്തിച്ച പാരമ്പര്യമല്ല സഖാവ് പിണറായി വിജയനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളത് എന്നുള്ളത് ശ്രീ വി ഡി സതീശനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ 50 ദിവസത്തിനിടയിൽ എത്രയെത്ര കാര്യങ്ങളാണ് ഒരു BJP ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുള്ളത്. വന്ദേമാതരത്തിന്റെ മുഴുവൻ ഈരടികളും പാടിയത് മുതൽ ബഡ്ജറ്റിൽ ഒരു വാചകം പോലും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ പറയാതിരുന്നത് മുതൽ എത്രയെത്ര സംഭവങ്ങൾ. MG സർവകലാശാലയുടെ VC നിയമനവും സെനറ്റിലെ ആളുകളെ തിരികെ കയറ്റിയത്. ഞങ്ങൾക്കെതിരെ പറയാനുള്ള ഈ ആർജവത്തിന് 100-1 BJPക്കെതിരെ പറയാനെങ്കിലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതുണ്ട്. ശശികലയെ കണ്ടതിൽ എന്താണ് തെറ്റ്? അവരുടെ കൂടി മുഖ്യമന്ത്രിയാണ്. അത് എനിക്കുള്ള മറുപടി, ഞങ്ങൾക്കുള്ള മറുപടിയല്ല, അത് സമസ്തക്കുള്ള മറുപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സമസ്തയുടെ നേതാക്കന്മാർ ഉന്നയിച്ച വിഷയമാണ്. അപ്പോൾ അവരോട് നേരിട്ട് മറുപടി പറയാനുള്ള ഒരു മടി കാരണം ഇങ്ങോട്ട് പറഞ്ഞെന്നേ തോന്നുള്ളൂ. സമസ്തക്കും മുസ്ലിം ലീഗിനുള്ള മറുപടി അവരോട് പറയുന്നതാണ് നല്ലത്, ഇങ്ങോട്ട് പറയേണ്ടതില്ല. ഞങ്ങൾ വളരെ കൃത്യമായാലും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുന്നത് തെറ്റില്ല. പക്ഷേ ഇവിടെ BJP ഭരണം നടത്തുന്നതിന് സമാനമായ തീരുമാനങ്ങൾ കോൺഗ്രസ് ഭരണത്തിൽ നടക്കുന്നു. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.